പരമാവധി ഹ്രസ്വമാക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 15 തുടങ്ങി 18 വരെയുള്ള വചനങ്ങൾ ഞാൻ പലപ്പോഴും എടുത്ത് ധ്യാനിച്ചിട്ടുണ്ട്. കർത്താവ് പത്രോസിനെ തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ ഏൽപ്പിച്ചത് പ്രാതൽ കഴിഞ്ഞ ശേഷമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് പ്രാതൽ കഴിഞ്ഞ ശേഷം. ആൻഡ് പ്രാതൽ ഈസ് യൂക്കറിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. നമ്മുടെ ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്ന് നേടാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അവിടെ ഒരു കുറവുണ്ടാകാതിരിക്കാൻ ഞാനും പരിശ്രമിക്കുന്നതാണ്. പത്രോസിനോട് പ്രാതൽ കഴിഞ്ഞിട്ട് കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമാണത്. 3 പ്രാവശ്യം ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? പട്ടത്ത ശുശ്രൂഷയും മേൽപ്പെട്ട ശുശ്രൂഷയും അധികമായിട്ട് സ്നേഹിക്കാനുള്ള ഒരു വിളിയാണ്. ഈ സ്നേഹിക്കുക, അധികമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നും, ഈ സ്നേഹം എവിടെയാ പ്രകടിപ്പിക്കണ്ടേ? ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ 3 കഥകൾ കർത്താവ് പറയുന്നുണ്ട്. അത് സ്നേഹം അന്വേഷിക്കേണ്ട ഇടങ്ങളാണ്. വീട് വിളക്ക് കൊളുത്തി അടിച്ചു വാരിയ ഒരു പാവപ്പെട്ട വിധവ, നാണയം കണ്ടുകിട്ടുവോളം അടിച്ചു വാരി. ഒരുപക്ഷെ ഈ അടിച്ചുവാറൽ ശുശ്രൂഷയും കണ്ടെടുക്കൽ ശുശ്രൂഷയുമാണ് മേൽപ്പെട്ട ശുശ്രൂഷ. ഒരുപാട് നമ്മളെ തന്നെ നമുക്ക് വൃത്തിയാക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വൃത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അടിച്ചു വാരുക, കണ്ടെടുക്കുക. നഷ്ടപ്പെടാൻ ആരും പാടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ സെന്റ് തോമസ് കോളേജിൽ മാനേജറായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു പട്ടര് എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ട്, യേശു തമ്പുരാൻ പറഞ്ഞ എല്ലാ ഉപമകളും വളരെ നല്ലതാണ്, പക്ഷെ വളരെ അൺഇക്കണോമിക് ആയിട്ടുള്ള ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. 100 ആടിൽ 1 പോയപ്പോൾ 99 വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയത്. അത് ഇക്കണോമിക്കലല്ല. തിരിച്ചു വരുമ്പോൾ 99 കാണില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തമ്പുരാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നഷ്ടപ്പെട്ടത്. ഈ അടിച്ചുവാരൽ പ്രക്രിയയിൽ എനിക്ക് തോന്നുന്ന ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടുമ്പോഴേ, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് പേര് നഷ്ടപ്പെട്ടവർ നമ്മളോട് കൂടെ ചേരും. നമ്മൾ അവരെ വിശുദ്ധീകരിക്കാൻ, നമ്മളെ വൃത്തിയാക്കാതിരുന്നാൽ പലപ്പോഴും ഒരു സംഭവം ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുവോളം. 2, നാണയം കണ്ടുകിട്ടി, നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോയി, അതും കണ്ടുകിട്ടി. ധൂർത്തപുത്രനെ കണ്ടുപിടിച്ചു. ധൂർത്തപുത്രന്റെ മൂത്ത ജ്യേഷ്ഠൻ തർക്കിച്ചത് നമുക്കറിയാം. അപ്പൻ പറഞ്ഞു, എടാ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. ഇവൻ കൊള്ളരുതാത്തവനായിരുന്നു, വന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ, പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഈ ഒരു നിലപാട് കൂടുതൽ എടുക്കണം. കുർബാനയിൽ കൂടുതൽ ആശ്രയിക്കുക. ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവരെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ കർത്താവിന് മറ്റാരേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. കർത്താവിനെ മറ്റാരേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രമേ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അവസാനമായിട്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എന്നെക്കുറിച്ച് സത്യമാണ് തോന്നണേ.
നീ സ്വയം അരമുറുക്കുക. ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ നിനക്ക് കഴിയില്ല. നിന്നെ കൊണ്ടുപോകുന്നിടത്തേക്ക് നീ പോകുക. പത്രോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് കർത്താവ് സൂചിപ്പിച്ചു എന്നാണ് പല ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള എൻ്റെ കടപ്പാടും വിധേയത്വവും ഞാൻ ഏറ്റവും പരസ്യമായിട്ട് ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധ പിതാവിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രീഫെക്ട് കാർഡിനൽ ഗുജറോത്തി, നമുക്കറിയാം, ഞങ്ങള് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കോൺഗ്രിഗേഷനിലുണ്ട്. ഒരുപാട് പൗരസ്ത്യ സഭകളെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നത് പൗരസ്ത്യ സഭയിലെ കാർഡിനൽ ടെസ്റാന്റ് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു പൗരസ്ത്യ സഭകളെ കുറിച്ച് ഇത്രയും കരുതലും ഒരുപാട് കാഴ്ചപ്പാടുള്ള ഒരു പ്രീഫെക്റ്റാണ് കാർഡിനൽ ഗുജറോത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വം നമുക്ക് അനുഗ്രഹമായിട്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദിയുണ്ട്. അപ്പസ്റ്റോലിക് നുൻഷിയോ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ വരാമെന്ന്. വരാതിരിക്കില്ല, ഞാൻ പിന്നെ വന്നോളാമെന്ന്. ഞാൻ അദ്ദേഹത്തോടും കടപ്പാട് രേഖപ്പെടുത്തുന്നു. അഭിമന്യ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവ്, നമ്മുടെ വലിയ പിതാവ്, ഞാൻ പിതാവിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാനിങ്ങനെ പിതാവിനെ എപ്പോഴും ചിന്തിച്ചപ്പോഴും ഉഴുതും മറിച്ച് വിത്തെറിഞ്ഞ് തന്റെ വിയർപ്പ് നെറ്റിത്തടത്തിൽ നിന്ന് കൈകൊണ്ട് വകഞ്ഞു മാറി വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കർഷകനെ പോലെയാണ് ഞാൻ പിതാവിനെ കാണുന്നത്. സിറോ മലബാർ സഭയ്ക്ക് സിനഡ് പഠിപ്പിച്ച ഒരു ഗുരുബോധനാണ് പിതാവ്. ഞാൻ ഈ പിതാവിനെ കുറിച്ചിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ഇത്ര ഷാർപ്പ്നെസ് ഉള്ള ഒരു ബ്രെയിൻ, വെറോനിക്കയുടെ വെള്ളശീല പോലെയുള്ള ഒരു തലച്ചോറാണ്. പിതാവ് ഒരു കാര്യം ഒപ്പിയെടുത്താലേ അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു പിതാവിനേക്കാൾ ബെറ്ററായിട്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പിതാവ് ഈ സിനഡിന്റെ ഇനോഗ്രലും കൺക്ലൂഡിങ് സെറമണിയുടെ പ്രസംഗം എഴുതുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, പൊന്നെ ഇത് വല്ലവർ എഴുതി കൊടുത്തു. ഞാൻ അത് ഇവിടെ ഓഫീസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഒരാളും ഇല്ല, അത് പിതാവ് തന്നെ കുത്തിക്കുറിക്കുന്നതാണ്. പിതാവിനെ പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സിറോ മലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. പിതാവ് അത്രക്കേറെ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് പിതാവ് തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതൊരു പക്ഷേ തമ്പുരാൻ സ്വർഗത്തിൽ പിതാവിനെ അണിയിക്കാനുള്ള കിരീടത്തിന്റെ ഒരു മുന്നാസ്വാദനമായിട്ട് ഞാൻ കാണുന്നു. വിശുദ്ധ പിതാക്കന്മാരുടെ ഗണത്തിലെ പിതാവ് ഉണ്ട് കേട്ടോ. പിതാവിനെ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. പിതാവ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചിക്കാഗോ ഡയസിസ് എനിക്ക് തോന്നുന്നു പിതാവിന് മുമ്പ് വന്നു. അതിനുശേഷം വന്ന 3 ഔട്ട്സൈഡ് ഇന്ത്യ. ഷംഷാബാദ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഷംഷാബാദിന്റെ തീട്ടൂരം പരിശുദ്ധ പിതാവ് ഒപ്പിട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ 30 ഡയസിസ്. ഇത് 31ാമത്തെ രൂപതയാണ്. നിങ്ങൾക്ക് ഇനി ഒരു സ്ഥലത്തും അധികാരത്തിനും അവകാശത്തിനും ആരുടെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരു തീട്ടൂരമാണ്. ആ തീട്ടൂരത്തിന്റെ മഷി അഭിമന്യ പിതാവിന്റെ രക്തമാണ്. നന്ദിയുണ്ട് പിതാവ്. ഒരുപാട് കടപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിനോടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞങ്ങളൊന്നും പിതാവിനെ മറക്കില്ല. പിതാവ് അങ്ങനെ ചക്രവാളത്തിൽ നിന്ന് അസ്തമിക്കുന്ന ഒരു സൂര്യനല്ല. പിതാവ് എന്നും ഉദയസൂര്യനായിട്ട് മോർണിംഗ് സ്റ്റാർ പിതാവ് നിൽക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോടുള്ള നന്ദി ഞാൻ പ്രത്യേകം വാക്കുകൾ ചുരുക്കാൻ കടപ്പെട്ടതുകൊണ്ട് നിർത്തുകയാണ്. പിതാവിന് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിൽ ഞങ്ങൾക്ക് കൂടെ കൂട്ടുപങ്കാളിത്തമുണ്ട്. പിതാവ് ഒന്നുകൊണ്ടും അതേക്കുറിച്ച് അസ്വസ്ഥപ്പെടരുത്.
you are a great success by your witness. You are a great success by your witness.